താമരശ്ശേരി ചുരത്തിൽ നാളെയും നിയന്ത്രണം എന്നൊരു വാർത്ത വരുന്നുണ്ട്. ചുരത്തിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ആളുകൾ കൂട്ടം കൂടുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. പെരുന്നാൾ ആഘോഷവും അവധി ദിനവും കണക്കിലെടുത്താണ് തീരുമാനം. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, അപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ചുരം കയറാൻ പോകുന്നവര്, വയനാട്ടിൽ പോകുന്നവര് വഴിയിലെങ്ങും നിൽക്കരുത്, നേരെ അങ്ങ് കയറി കൽപ്പറ്റയ്ക്ക് വിട്ടോണം എന്നാണല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ. അങ്ങനെ തന്നെയാണ്. ഇന്ന് ചുരത്തിൽ നിയന്ത്രണമുണ്ട്. വൈകിട്ട് 7 മുതൽ അർദ്ധരാത്രി വരെയാണ് നിയന്ത്രണം. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബലിപെരുന്നാളിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സമാനമായ രീതിയിൽ നാളെ രാവിലെ 10 മുതൽ അർദ്ധരാത്രി വരെ ചുരത്തിൽ നിയന്ത്രണമുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതായത് വ്യൂ പോയിന്റുകളിൽ വാഹനം നിർത്തിയിടാൻ പാടില്ല, കൂട്ടം കൂടി നിൽക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണ് ഈ നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ വൈകിട്ട് 7 മണി മുതൽ ചുരത്തിലെ തട്ടുകടകൾ അടച്ചിടണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ബലിപെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസമാണ്, അവധി ദിനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ചുരത്തിൽ നിന്ന് അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടുമൊക്കെ ഒരുപാട് സഞ്ചാരികൾ യാത്ര ചെയ്യും. ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായാൽ അത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിനൊക്കെ കാരണമാകും. ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കും യാത്രക്കാരോട് പറയാനുള്ളത് അരുൺകുമാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. നേരെ ചുരം കയറി പോവുക, ചുരം ഇറങ്ങുക, എവിടെയും നിർത്തിയിടരുത് വാഹനം, കൂട്ടം കൂടി നിൽക്കരുത്. വ്യൂ പോയിന്റുകളിലൊക്കെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ അത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഒപ്പം തന്നെ തട്ടുകടകളൊക്കെ രാത്രി 7 മണിക്ക് തന്നെ അടച്ചുപൂട്ടണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. താങ്ക് യു അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. വയനാട് ചുരം കയറാൻ പോകുന്നുണ്ടെങ്കിൽ നാളെ കൃത്യമായിട്ടും ഗതാഗത നിയന്ത്രണമുണ്ട് എന്നത് ഓർമ്മിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ സൈഡിൽ വ്യൂ പോയിന്റിലെങ്ങും പോയി നിന്ന് കാഴ്ച കാണാൻ ശ്രമിക്കരുത്. കാരണം വലിയ തിരക്ക് വരാൻ സാധ്യതയുണ്ട്. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം കൂടിയാണ്, ഞായറാഴ്ച കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നേരെ ചുരം കയറി മുകളിൽ നിങ്ങൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പോകുക.